ഇന്ന് ഒറ്റ കയറ്റോട്ടാ. അങ്ങോട്ട് പോലെ പിന്നെ എന്നാ ഈ കറിയാക്കേണ്ടത്? പോയാള് വന്നിട്ടുമില്ല, അച്ഛനാണ് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. ഇപ്പൊ നല്ല മഴക്കാർ പിടിച്ചിട്ടുണ്ട്, ഇന്നും നല്ല മഴയുണ്ട്. എന്നാ കിട്ടീനി? തോലൊന്നും പൊളിക്കാൻ പറ്റാത്ത വലിയ മീനാ? ഓ ഇന്ന് മീനൊന്നും വന്നിട്ട. ഇപ്പൊ ട്രോളിങ് അല്ലേ, ഉണക്കാൻ മനസ്സിലോട്ടാ. ഉണക്ക അയിലുണ്ട്, സ്രാവും ഉണ്ട്, കുറച്ച് പച്ചക്കായും മനസ്സിന്. നിന്റെ ഇഷ്ടം പോലെ നീ വെച്ചോ കേട്ടാ. ഇല്ല മീനാണെന്ന് പേടി വേണ്ട, തോല് പൊളിക്കും വേണ്ട. ഇതാ ആ ഉണക്കയിലേ തീനല്ലേ, പച്ചക്കായ ഉണ്ടല്ലേ, അന്ന് അത് വെച്ചിട്ടൊരു കറിയാക്കാം. സ്രാവ് വറുക്കും ചെയ്യാം. ഇന്നത്തതായി അരിയിട്ടിട്ടാ പോയി വന്നിട്ടുണ്ടാവും. അപ്പൊ മണിക്കൂം പിന്നെ എല്ലാം ഒന്നിച്ചിട്ടേ മണിക്കൂല. കതിരനും ഉണ്ട്, അതിനെ പൈസ ആയിട്ടുണ്ട്. മണിക്കൂലേ സ്രാവ് സ്രാവ് വൈകുന്നേരം നമ്മോട്ട് കതിരെന്നാ പറയല്ലോ ടൈം. ഉണക്കായില്ല വെള്ളത്തിലുണ്ടായ ഉപ്പുണ്ടേ? ഭയങ്കര ഉപ്പായിരിക്കും. മതിയാ? മതി മതി, നല്ലൊരു ദിവസം തന്നെ കഴിച്ചൂടാ. വെള്ളം ഒഴിക്കില്ല, കെട്ടി വെച്ചാ പൂച്ചെടുത്തിട്ട് പോവാ. പൂച്ചക്കൊന്നും എന്റെ അടുത്ത് കിട്ടൂല. പൂച്ച നിന്നോട് മനസ്സില രണ്ടെന്റെ അയില പൊക്കിയതാണ്. രണ്ടെണ്ണം കൊണ്ടത് വലുതേലും ഒന്നും എടുത്തിട്ട് പോയിന്. മറ്റേന് ഞാൻ ആ മറ്റേ ഒന്നും കൂടി കൊടുത്തുപ്പോ തിന്ന്. പരിപ്പ് കറി വെച്ചത് ഓർമ്മയുണ്ട് ഞങ്ങക്ക്? ഇല്ല ഇല്ല ഇല്ല. നീളത്തില അപ്പൊ നമ്മുടെ കായിലെ കട്ടിയിലെ ഭാഗം ചെത്തിക്കളിയാ അല്ലേ? അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഓ മഴയായോണ്ട് അവിടെ ആ മുറിക്ക് അപ്പം നമ്മുടെ പച്ചക്കായ മുറിച്ചെടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി, ലേശം ഉപ്പ് ഇടുന്നുണ്ടേ. ഓക്കെ, കായ്ക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കായ് മുങ്ങി എന്നാ പറഞ്ഞേ, കായ് മുങ്ങി കിടക്കുന്ന ഇനി നമ്മുടെ കായ് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മുടെ കായ എന്തായി നോക്കട്ടെ. എന്തുവാ? അപ്പോൾ കായ വന്നിട്ടുണ്ട്. ഉണക്കയിലട മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ വെച്ചിനി അല്ലേ, ഉപ്പ് പോകാൻ വേണ്ടിയിട്ട്. 2-3 പച്ചമുളക് കയറിയത്,
കുറച്ച് കുടംപുളിയെ ലേശം ഉണക്കമീൻ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അതില്ലേ ഇതെടുത്ത് ഇപ്പുറം വെച്ചോ. വിറകടുപ്പിൽ നിന്നാവട്ടെ അല്ലേ. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇതെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇത് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ വേവുന്ന സമയമുണ്ട്. നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ആയിരുന്നു, വെളുത്തുള്ളിയും തേങ്ങ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാ ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉണക്കയില വെന്തിട്ടുണ്ടേ. ഇതിലേക്ക് ഇനി നമ്മുടെ വേവിച്ച് വെച്ച കായം കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തത് അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയും വെളുത്തുള്ളിയും അരപ്പ്, അരപ്പിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കറി ഒന്ന് തിളക്കട്ടെ കേട്ടോ. കുറച്ചും കൂടെ കുറുകാനുണ്ട് അല്ലേ, കുറുകട്ടെ. അപ്പോൾ നമ്മുടെ കറി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാനുണ്ട് അല്ലേ. എടുത്ത് വെച്ചോ. അപ്പോൾ വറുത്തിടാൻ വേറെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ലേശം മുളക് പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള്. എല്ലാം മിക്സാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ഉണക്കയില കായ്ക്കറി റെഡി ആയിട്ടുണ്ട്. ആദ്യം അച്ഛനും അമ്മക്കും ഒന്ന് കൊടുക്കട്ടെ. നമ്മൾ കൊണ്ട് കൊടുത്തു കേട്ടാ. കറി കൊണ്ട് കൊടുക്കട്ടെ. സമയം കുറച്ച് വൈകി. ഓ അത്ത ചോറ് വയ്ക്കലയാ. കറി ഇതാ, കറി റെഡി ആയിട്ടുണ്ട്. ഇതാ അച്ഛൻ നമ്മൾ കറി രസമുണ്ടാ. കറി രസമുണ്ടാ. അതെയാ അമ്മ കൂട്ടി നോക്കി. അമ്മേ അല്ല തന്നെയാ. മുമ്പിലാക്കുന്ന കറിയല്ല അമ്മ ഇത്. മുമ്പിലാക്കുന്ന കറിയല്ല ഇങ്ങനെ ഉണക്കമീനും കായെല്ലാം ഇട്ടിട്ട് അല്ലേ. നല്ല നാടൻ പച്ചക്കായും ഉണക്കായി. ഇത് മോര് വെച്ചിട്ട് വെക്കാൻ തോന്നുന്നത് അമ്മ. ഇങ്ങനെ മോര് വെച്ചിട്ട് വെക്കാൻ പറ്റും. മോര് വെച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ചിലവർ ബിരുദാഹാരം എന്നാലും പറയും. എന്നപ്പോൾ താറ്റ കൊടുത്തച്ചാ അമ്മ താറ്റ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കലായി. അപ്പോൾ നമ്മുടെ കറി കുറച്ച് ചാറ് കുറവാണ്. നല്ല പൊറുകീന് അല്ലേ. വെണ്ടക്ക വറവുണ്ട്, വെണ്ടക്കത്തോരൻ മതി. അച്ചാറുണ്ട്, നമ്മുടെ ഗണപതി നാരങ്ങ അച്ചാർ. എന്നാൽ പിന്നെ ഞാനും ചോറ് കഴിക്കലായി കേട്ടോ. ഉച്ചയൂണ്. അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് കഴിച്ചു കേട്ടോ. അപ്പം നമ്മുടെ കായ് അരി ചൂട് കായ് ഉണ്ടാവും. സംഭവം നല്ല കറിയാ കേട്ടോ.
കുടംപുളിയുടെ പുളി, ഉണക്കിന് കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ അമ്മേലും മുമ്പ് കറിയാക്കി തന്നെയാണ്. എന്നാൽ പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടോ.